ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കാലിക്കറ്റ് ഇവിടെ അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, സ്ഥലം പ്ലാനറ്റോറിയം. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ അവിടെ ഫുഡ് അലൗഡ് അല്ല ആക്ച്വലി. അപ്പോൾ ഞാൻ ചിക്കൻ്റെ മജ്ബൂസൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ബ്ലോഗിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ പോകാമെന്നുള്ള പ്ലാനിലാണ്. സോ ആക്ച്വലി 12 o'clock അവിടെ ഒരു 3 ഷോ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം ഗൈസ്. ബൈ ഗൈസ്, ഇതാണ് പ്ലാനറ്റോറിയം. സോ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 3D ഉണ്ട്, പ്ലാനറ്റോറിയം ഷോ ഉണ്ട്. സോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി ഇറ്റ് കോസ്റ്റ് ലൈക്ക് 180 ആണ്. ആൻഡ് നമ്മൾ പാർക്കിങ്ങിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. സോ നമ്മളെ ഷോ വരുന്നത് 12:30 ഒരു ഷോ ഉണ്ട്, 2 PM ഒരു ഷോ ഉണ്ട്. 12:30 നമ്മളെ എന്തായിരുന്നു 3D ആണ്. ആൻഡ് 2 PM ഇറ്റ്സ് പ്ലാനറ്റോറിയം ഷോ ആണ്. മെയിനായിട്ട് ഇവിടെ കുട്ടിയൊക്കെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. സോ ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ പ്ലാനറ്റോറിയം എത്തി. അപ്പോൾ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി. ആക്ച്വലി ഇവിടെ സ്റ്റാർട്ടിങ് ടൈം വരുന്നത് 10:30 മോർണിംഗ് തൊട്ട് ഈവനിങ് 6:30 വരെയാണ്. നമ്മൾ ഓടി പിടിച്ച് എത്താൻ വേണ്ടി ഇപ്പം എല്ലാം കൂടി 11:30 ആയി. 11:30 നമ്മളിവിടെ എത്തിയത്. പ്ലാനറ്റോറിയത്തിൽ വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ 5th സ്റ്റാൻഡേർഡിൽ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും കൂടെ, ഞാൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളാണ്, സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂൾ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ നമ്മൾ ടൂർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ 5th ന്നും 10th ന്നും ഞാൻ ഒരേ കോളേജിലാണ്. എൻ്റെ 5th ന്നും 10th ന്നും ഞാൻ ഒരേ സ്ഥലത്താണ് ട്രിപ്പ് വന്നത്, ഒരേ സ്കൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ്. അന്ന് ഇവർക്ക് ബുദ്ധി വികസിച്ചില്ല, പിന്നെ 10th കൊടുത്തു, പിന്നെ വികസിച്ചില്ല, വീണ്ടും കൊടുക്കുന്നതാണ്. അതല്ല, ആ സ്കൂളിൽ ആടെ കൊണ്ടുപോകാറുള്ളത്, അവിടെ പഠിച്ച ആളുകൾക്ക് അറിയാം. സോ ഡു കമന്റ് ദാറ്റ്. ആൻഡ് ഇവൻ ആണെങ്കിൽ നീ എപ്പോഴാ പോയത്? ഇവിടെ വന്നിട്ടേ ഇല്ല. ഫോർ ദ ഫസ്റ്റ് ടൈം. കോഴിക്കോട് കുറെ ആളായി, ബട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലാനറ്റോറിയത്തിലല്ല, ദുബായിൽ പഠിച്ചപ്പോ 4th സ്റ്റാൻഡേർഡിൽ അവിടുത്തെ പ്ലാനറ്റോറിയത്തിൽ പോയിട്ടുണ്ട്. സോ അതാണ് വീഡിയോസ്. രണ്ട് ഗാലറി ഇവിടെ ഉണ്ട്, ഒരു ഗാലറി ബാക്കിലുണ്ട്, 2 ഗാലറി റൈറ്റിലുണ്ട്. ടോട്ടൽ 5 ഗാലറി ഉണ്ട്. നമ്മൾ 5 ഗാലറി കവർ ചെയ്യണം. ഷോ ഉണ്ട്, ഒരു പ്ലാനറ്റോറിയം ഷോ. അതെ, ഇത്രയും കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. താങ്ക് യു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ, കുട്ടികളെയും കൂട്ടി വന്ന ആൾക്കാരും ഉണ്ട്, അല്ലാണ്ടും ഉണ്ട്. സോ ലെറ്റ്സ് സീ. ഇവിടെ ഫസ്റ്റ് ഗാലറി ഫൺ സയൻസ് ആണ്, സോളാർ എനർജി. ദിസ് ഗാലറി ഈസ് പവർഡ് ബൈ സോളാർ എനർജി. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണെന്നുള്ള കാണാനുള്ളത്. Our tiny fruits in fact face the same problem with many of our adult-centric furniture. Isn't it interesting to have to feel of it? എന്താണ് സംഭവം? എനി ഐഡിയ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുട്ടികളുടെ പെർസ്പെക്റ്റീവിലാണ്. അതെങ്ങനെ? ഇത്ര ഹൈറ്റില് ഇതിപ്പോ ശരിക്കും കുട്ടികൾക്ക് പെർസ്പെക്റ്റീവിലാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. അപ്പൊ ഒരു ചെറിയ ലൈക്ക് ഒരു 2 year old ആയ കുട്ടിക്ക് വരുമ്പോ ഇവിടെ ഇങ്ങനെ എത്തുള്ളൂ, ടീപ്പോയിലും കപ്പിലൊക്കെ ഇങ്ങനെ എത്തുള്ളൂ.
അതാണ് ഒരു മനസ്സിലായോ? ആ ഒരു പെർസ്പെക്റ്റീവാണ് കാണിക്കുന്നത്. ഇത്രേ എത്തുള്ളൂ അല്ലേ? പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇത്ര എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളില്ല, ചെറുതായ സമയത്ത് നമ്മള് നീളമില്ലാത്തോണ്ട് ഇപ്പോഴും നീളമില്ല, ഇപ്പോഴും നീളമില്ല. പക്ഷെ എന്നാലും ഞാൻ ചെറുപ്പത്തിൽ ഇപ്പോഴും ഒന്നല്ലേ കാണുന്ന സാറില്ല. ഇതാണ് കളേർഡ് ഷാഡോസ്. ആക്ച്വലി കളേർഡ് ഷാഡോസ് എന്താണെന്ന് നമുക്ക് ഇതാ നോക്കാം. സ്ക്രീൻ ഇവിടെ നമുക്ക് നിന്ന് മൂന്നിലായിട്ട് കാണാം. ഇതിന്റെ ഡിഫറൻസ് കാണുന്നുണ്ടോ? മൂന്ന് കളറാണ് പ്രൈമറി കളർ. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ കൂടെ ഒരാളുണ്ട്, പറഞ്ഞോ, എനിക്കൊന്നും മനസ്സിലാവില്ല. 3 കളർ RGB, റെഡ്, ഗ്രീൻ, ബ്ലാക്ക്. ഇതാണ് പ്രൈമറി കളേഴ്സ്. ഇത് കൂടി വരുമ്പോൾ ആണ് നമുക്കൊരു വൈറ്റ് കളർ കിട്ടുന്നത്. ബട്ട് ഇന്നത്തെ ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഷാഡോ ഇവിടെ കാണാം. കണ്ടോ? ഒരു ഗ്രീൻ, ഒരു റെഡ്, ഒരു ബ്ലൂ. കണ്ടു. ഞാനൊന്ന് ഒബ്സ്ട്രക്ട് ചെയ്യട്ടെ ഗൈസ്. ഞാൻ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ എത്തണമെന്നില്ല. ഈ സ്ക്രീനിന്റെ അടുത്ത് നിന്നാലും ഈ സ്ക്രീനിന്റെ അടുത്ത് ഒരു കളർഫുൾ ഒരു പ്രൈമറി കളർ ഷാഡോ. ആട്ടോ അടുത്തിട്ട് ഒന്നുകൂടി എടുത്തു. കാണാൻ പറ്റുന്നതാണ്. ഈ സാധനത്തിൽ ഞാൻ പണ്ട് ഇരുന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറുതായ സമയത്ത് ആദ്യം കുറെ പേടിച്ചിട്ടാണെങ്കിലും ഞാൻ അങ്ങനെ കുറച്ച് ഫിസിക്സാണ് അപ്പോഴാണ് വന്നത്. ഈ സാധനം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ആണി തൊട്ടാ പ്രശ്നമില്ല, പക്ഷേ ഒരേ ഇതിലുള്ളത് കൊണ്ടായിട്ട് നമുക്ക് വേദന ഫീൽ ചെയ്യാറുണ്ട്. ഇതിനെ പഠനത്തിൽ എനിക്ക് നല്ല ഓർമ്മ പിടിക്കാൻ കിടക്കാം. എന്ത് വെച്ച് ആരും നമ്മുടെ വീട്ടിലുള്ള ഒരാണിന്റെ മേലെ പോയി തൊട്ടാ ഇതായിരിക്കും അവസ്ഥ. അതെനിക്ക് എന്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് സംഭവം. ഗൈഡ് പഠിച്ചുകൊണ്ടിരിക്കുക. ഗൈഡ് ലേണിംഗിലാണ് ഗൈസ്. പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജിന്റെ ട്രാൻസിഷൻ ആണ് ഇതിൽ പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും പണ്ട് പഠിച്ചത് അതൊക്കെ. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷണൽ ട്രിപ്പായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. പറഞ്ഞു അത് വീഡിയോയിൽ പഠിച്ചില്ല. 2 തവണ വന്നിട്ട് ബുദ്ധി വെച്ചിട്ടില്ല. അപ്പൊ ബുദ്ധി വെക്കാൻ വേണ്ടി വീട്ടിൽ കൂടുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഓരോ താല്പര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിത് അറിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ എനിക്കിത് അറിയാൻ താല്പര്യവുമില്ല. അതാണ് ദ ഫണ്ണിയസ്റ്റ് പാർട്ട്. കാണുമ്പോഴെങ്കിലും സാധനം ഉണ്ട്. അന്നും വർക്കിംഗ് അല്ല ഗൈസ്. ആ സാധനം വർക്കിംഗ് അല്ല. സോ ദിസ് ഈസ് ദ മാജിക് ടൈപ്പ്. ഇറ്റ്സ് എ മാജിക് ടാപ്പ്. ആക്ച്വലി വെള്ളം ഇങ്ങനെ പൊന്നുകൊണ്ട് പോകുന്നുണ്ട്. ദിസ് ഈസ് ഗുഡ്. ജസ്റ്റ് ഒരു ആണി നമുക്ക് മേലെ 2 ആണി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിൽ ആ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് റിയലി ദ മാജിക്. ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താ? ഇതിന്റെ പിന്നിലെ സയൻസ് ഇതിന്റെ പിന്നിലോ മാജിക് ടാപ്പ്. ഇതിന്റെ ഉള്ളിലൊരു ക്ലിയർ ആയിട്ടുള്ള റോഡ് ഉണ്ട്. ആ റോഡിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ഒഴിക്കുന്ന വന്നിട്ട് കുറച്ചും കൂടി അടിയിലേക്ക് ഒഴിങ്ങനെ കാണാൻ റോഡ് ഇതൊക്കെ ഉപ്പിൽ ഒഴിച്ചെടുക്കുന്നത്. നമ്മള് വീഡിയോയിൽ കാണുന്നില്ല. ഈ ഗൈഡില്ലാതെ ഞാൻ ചിലപ്പോൾ പെട്ടുപോയാലും എന്താണെങ്കിലും അതൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Someone is really curious about this jumping disk. ജാക്സ് അല്ല, ജമ്പിങ് ഡിസ്ക്. നേരത്തെ തെറ്റിച്ച് പറഞ്ഞു തോന്നുന്നു. ഫാരഡേസ് ലോ നമ്മൾ പണ്ട് പഠിച്ച സാധനം അതന്നെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതന്നെ ഞാൻ പണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതാണ് സാധനം. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാർക്ക് പണ്ട് കിട്ടിയിരുന്നു. സന്തോഷം. കുട്ടിക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അല്ലെ ഈ ട്രിപ്പ്? ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ അവിടെ കണ്ടോ.
എന്താ ഉദ്ദേശിച്ചത് വല്ല നിശ്ചയമുണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ആണെന്ന് എനിക്കറിയാം. അത് മനസ്സിലായില്ലേ? അത് അത്ര അറിയത്തുള്ളൂ. സോ വേൾഡിൻ ഇതുണ്ടോ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാല് തിരിഞ്ഞ് ഇങ്ങോട്ടായിരുന്നു. സോ ഇറ്റ് കീപ്സ് ഓൺ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റ് വരുമ്പോൾ ഉണ്ടാവും. തിരിഞ്ഞു നേരത്തെ നമുക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തിരിഞ്ഞു. അടിപൊളിയൊരു പരിപാടിയാണ് കേട്ടോ, വെറുതെ അല്ല. അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, ടൂറായിട്ട് വല്ല വേറെ എവിടെയെങ്കിലൊക്കെ പോയാൽ പോരായിരുന്നില്ലേന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ പഠിച്ച സമയത്ത് തന്നെ പഠിക്കാൻ വേണ്ടി കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ആക്ച്വലി അവരവിടെ കൊണ്ടുപോയത്. പക്ഷെ അന്ന് നമ്മൾ കളിച്ചു. അനക്കെന്താ തോന്നുന്നത്? പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഞാൻ തിരിച്ചിട്ടില്ല. ഇതിൽ ഈ പറഞ്ഞ സാധനം ഒന്നുമില്ല. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ പിയാനോന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. പിയാനോ പഠിക്കാൻ പോയാലും ഇത് കഴിഞ്ഞിട്ട് എന്താ അഭിപ്രായം? ഞാൻ പഠിച്ചത് 2 കൊല്ലം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ പുതിയൊരു ടാലന്റ് വിളിച്ചിട്ട് വരികയാണ്. ഷിജാസിന് പിയാനോ വായിക്കാൻ അറിയാം ഗൈസ്. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഇങ്ങനെ മേലോട്ടേക്ക് കാണുന്നുണ്ടോ? മേലോട്ടേക്ക് പോകുന്നത് ലൈൻ. ഞാനൊന്ന് നോക്കിക്കോട്ടെ. എന്റേതാണ് മേലെ വരെ പോയി. അല്ല, അവിടെ വരെ ഒരു പോയിന്റ് വരെ ഇത് പോവുള്ളൂ കേട്ടോ. ഇറ്റ്സ് നൈസ്. എന്താ സാധനം എനിക്ക് ആക്ച്വലി മനസ്സിലായിട്ടില്ല. അറിയെങ്കിൽ പറഞ്ഞു തരിക. എന്താ ഇത്? നമുക്ക് തിരിച്ചു കളിക്കാം. വീട്ടിലിങ്ങനെ ഒന്ന് വാങ്ങി വെറുതെ ഇരിക്കും, ഇങ്ങനെ തിരിച്ചു കളിക്കാൻ പറ്റുന്നതാണ്. Guys, let's educate something. This is it. I could able to understand. അതെ, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഗൈസ്, ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിപ്പറ കഴിഞ്ഞാൽ ഇവിടെ റിഫ്ലക്റ്റ് ആവും. എൻ്റെ കൈ അയച്ചു കേട്ടാ. എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാർട്ട് വേണേ ഹാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ അത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ നമുക്ക് കളിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് വേണേലും ഇപ്പറ ഷിജാസിൻ്റെ കയ്യായത്. എൻ്റെ കയ്യോ അല്ല, ഷിജാസിൻ്റെ കൈ ഇതാ കേട്ടോ. കാണാൻ വെച്ചത് കൊള്ളാം അല്ലേ? എൻ്റെ കൈ ഇവിടെ വെക്കാം. അതാണ് ഗൈസ് ഇത്. പിൻ പൊട്ടൂല. എന്നെ മാത്രം കറക്റ്റാ പോരാ. മേലോട്ട് നോക്കി ഇങ്ങനെ ഇങ്ങനെ കറങ്ങാം ഗൈസ്. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു സെക്ഷൻ എന്നല്ല പറയാ, എന്താ പറയാ, 1 ഗാലറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഫ്കോഴ്സ് ആ കറങ്ങുന്ന ചെയറായിരുന്നു, റിവോൾവിങ്. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് ഇവിടെ വന്നതാണ്. ആക്ച്വലി ഇതാണ് സെക്കൻഡ് ഗാലറി. ഇതാണ് മിറർ മാജിക്. ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ട് ഞാൻ വന്നത് കേട്ടോ. സി ഹൈ മിറേഴ്സിന്റെ കുറെ നല്ല അടിപൊളി കൊണ്ട്. മിറർ എന്റെ ഒരു വീക്ക്നെസ്. ഓർമ്മയുള്ള വൺ ഓഫ് ദ തിങ്ങിലുള്ള കാര്യമാണ് ആക്ച്വലി ഇത്. തല ഉള്ളിന്ന് പുറത്തെടുക്കാൻ പറ്റിയാ മതിയെ. ചെറുപ്പത്തിൽ ഞാൻ കുറെ തല ഇട്ട് എനിക്കല്ല ഓർമ്മയുണ്ട് ഇവിടെ വന്നിട്ട് ഗൈസ്. ഇത് ആക്ച്വലി രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ. 27 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമേ ശരിക്കുള്ളൂ. ഇത് രണ്ടും കണ്ണാടിയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ ഇപ്പോൾ 17 ഇതായിട്ട് റിഫ്ലക്ഷൻസ് ആയിട്ട് ഇത് കാണാം. ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട്സ് ഒരു മിററിന് മറ്റു മിററിലോട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ടോട്ടൽ 17 ഇതായിട്ട് കാണാൻ പറ്റും. സോ അപ്പോൾ ഈ ഒരു അറ്റത്ത് ഈ ഒരു അറ്റം വരെ മൊത്തത്തില് പറഞ്ഞ പോലെ ടു ഇമേജ് കണ്ടോ. പിന്നെ നമുക്ക് ടു ഇമേജ് കാണാം ഗൈസ്. Upside down. Shijaz, could you please stand here?
ലെറ്റ് മീ സീ യു അപ്സൈഡ് ഡൗൺ. നമ്മൾ രണ്ടുപേരും അപ്സൈഡ് ഡൗൺ ആയി ഗൈസ്. ഇങ്ങനെ കാട്ടൊക്കെ എല്ലാം നടക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും കാണാൻ രസമുണ്ട്. ഇത് എനിക്ക് ഓർമ്മയിലുള്ള ഒരു സാധനം കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ വന്നപ്പോ ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രെയിം അല്ലേ? അടുത്ത എന്റെ കയ്യോ അയ്യോ ഇല്ല, ഒന്നും പറ്റിയില്ല. Same thing, different. Same thing, different guys. Different. ഓരോ ഷേപ്പിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇറ്റ്സ് ലൈക്ക് എ വാവ്. മൈ ഗോഡ്, ഷിജാസേ നടക്ക് ഇത്ര ധൈര്യം. ഇത് കൊള്ളാം. യു ക്യാൻ വാക്ക് വിത്ത് മീ. രാവണന്റെ കോട്ടയാണ് ഗൈസ് ഇത്. രാവണ കോട്ട. പക്ഷെ ഇത് അടിപൊളി കേട്ടോ. ഒരു പ്രേതാലയം വൈബുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ കാണുന്നതെന്ന് ഞാൻ അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. സീൻസ് ലൈക്ക് വൈഡിൽ കവർ ചെയ്യണം. അതോന്നോ ഇനി കവർ ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് ഞാൻ അറിയില്ല. പക്ഷെ ഇറ്റ് സീൻസ് ലൈക്ക് ഫുൾ മിറേഴ്സ് ആണ് ഗൈസ്. നീലി ആവാൻ പറ്റിയ സ്ഥല ഗൈസ്. നീലി കല്യാങ്കാട്ട് നീലി ഇതിന്റെ ഉള്ളിൽ പെട്ടൊരവസ്ഥയാണ്. Yeah, mirror maze. It's a maze, guys. Come on, it's a maze. Down. We are inside the maze, guys. എനിക്കറിയാൻ വഴി. എന്നാ ഇതന്നല്ലേ പോവാ തന്നെ ഓട്ടാ. രണ്ട് വഴി ഉണ്ടാവും. I don't think. Oh my god, this is really good, right? അടുത്ത മേസ് ഇത് കൊള്ളാട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മിറർ മേസ് is one of the best, which I like it. ഈ കിണറ്റിൽ പെട്ടതാട്ടോ. പക്ഷെ വീഴത്തില്ല, ഗ്ലാസ് ഉണ്ട്, ആരും മേടിക്കണ്ട. Something to be talked about. What is that? Let me know. This is called ആറന്മുള കണ്ണാടി. ലൈക്ക് മോഡേൺ ഡേ മിറർ മാതിരിയല്ല. ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ലൈക്ക് ഗ്യാപ്പ് ഉണ്ടാവാണ്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. പക്ഷെ ഒരു ചില്ലും കൂടി ആക്കി വെച്ചോണ്ട്. ഹായ്, ഞാൻ നീണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. കളത്തല്ലേ, കാണാൻ രസല്ലേ, നൈസല്ലേ. ഇനി എങ്ങോട്ട് ചെറുതാവാനാ ഞാൻ? അയ്യോ തടിക്കണ്ട. ലെറ്റ്സ് മൂവ് ഹിയർ. ഗൈസ് ഞാൻ ഇതിലപ്പുറം എങ്ങോട്ട് ചെറുതാവാനാ എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു. യാ, ഈ ഒരു ഗാലറി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ വ്യൂ കൊള്ളാട്ടോ, നൈസായിട്ടുണ്ട്. സോ കോഴിക്കോടുള്ള ആളുകൾ തീർച്ചയായും, എസ്പെഷ്യലി ടോക്കിംഗ് അബൌട്ട് സ്റ്റുഡൻസ് ആൻഡ് പീപ്പിൾ ഹാവിങ് കിഡ്സ് ആൻഡ് ഓൾസോ ലൈക്ക് കുറച്ചും കൂടി സയൻസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പഠിച്ച് നന്നാവണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം, ഐ റിപ്പീറ്റ്, താല്പര്യമുള്ള ആളുകൾ മാത്രം, അല്ലെ കൂടെ ഇങ്ങനെ ഒരു വള്ളിയെങ്കിലും വേണം താല്പര്യത്തോടുള്ള. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. സോ അവർ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഗുഡ് ലൈബ്രറി ഒക്കെ ഉണ്ട്. ഇവിടെ ഓഫീസാണ് ഗൈസ്. 3D theater. I think നമ്മുടെ ഷോ is at 12:30 and now it's been 12:15. So 15 minutes ഉണ്ട്. At the time being നമ്മൾ 2 galleries cover ചെയ്തിട്ടുണ്ട്. Am I right? വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ കാണാം. Am I right? We covered 2 galleries, right? Yeah. അപ്പോൾ guys നമുക്ക് ഇവിടെ ഇരിക്കാം. കുറച്ചേരായി നടക്കുന്നു. നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. സീറ്റ് കണ്ട വേഗം അതെ, അതൊക്കെ അത്രേ ഉള്ളൂ അല്ലെ.
അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത് അറിയാം ചില കാര്യങ്ങൾ. ഒന്നാമത്തെ നെയിൽ ബെഡ്, രണ്ടാമത്തെ കാര്യം ആ മിററിൻ്റെത്. അതൊക്കെ എനിക്ക് എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന 2-3 ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സസ് ആണ് ആക്ച്വലി അത്. അപ്പൊ അത് ഒന്നുകൂടെ കണ്ടപ്പോ ഐ ഫീൽ ലൈക്ക് ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ആക്ച്വലി. അത് കൊള്ളായിരുന്നു. ഇനി കം ടു ദ പോയിന്റ്, ഓർ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഹൗ വാസ് ഇൻ യുവർ ദുബായ്? ദുബായിലെ പ്ലാനറ്റോറിയം ഇങ്ങനെയാണോ? ഇതിലൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ അസംഷൻ. ഹൗ വാസ് ഇറ്റ്? സിമിലർ മീൻസ് ഈ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. Principles and laws are always same, right? There's no change in that. I'm talking about the like facilities or the atmosphere. Is that AC? എന്റെ സജഷൻ ഇവിടെ AC കൂടെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ഓൾറെഡി ക്രൗഡ് ഉണ്ട്, അപ്പൊ നമുക്ക് നല്ല ചൂടായിരിക്കും. അപ്പൊ ലൈക്ക് ഇന്ന് വലിയ ക്രൗഡ് ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ചൂടുണ്ട്. അപ്പൊ ക്രൗഡും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ഒക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ എല്ലാവർക്കും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വരില്ല മേ ബി ക്രൗഡ് കാരണം. പക്ഷെ അതിന്റെ കൂടെ ലൈക്ക് AC കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ബെറ്റർ ആയനെ. Only my suggestion, guys. So that is it. And from your end, do you want to add up something? Nothing. You're happy with it? പഠിക്കേണ്ടവർ പഠിക്കണം, പഠിച്ചു വളരണം. പഠിച്ച് മാത്രം വളരണം, പഠിക്കേണ്ടവർ മാത്രം വരിക. റിപ്പീറ്റ്. അല്ലാത്തവർ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെയും കൊണ്ട് നമുക്ക് വരാം. If you are studying in school, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി കുറെ കാര്യങ്ങൾ തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ റിയൽ ലൈഫിൽ ഇതൊന്നും മീൻസ് ഇതിന്റെ പ്രാക്ടിക്കൽസ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രാക്ടിക്കാലിറ്റി എന്താണ്, വാട്ട്സ് ദ യൂസ് ഓഫ് ഇറ്റ്, ഓർ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊന്നും. ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, ഫാരഡേസ് ലോ, അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ച ഒരാളാണ് ടു ബി ഓണസ്റ്റ്. ഇനി ആരും അങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എക്സാമിന് പഠിച്ചു മാർക്ക് കിട്ടി അത് അവിടെ ഇട്ടിട്ട് തിരിച്ചു വന്നൊരു ടീമാണ്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പം അങ്ങനത്തെ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഐ മീൻ ഈ കമ്മിങ് ജനറേഷനോട് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. മാർക്ക് കിട്ടും പോവും, അതിലല്ല കാര്യം. ആക്ച്വലി നമ്മൾ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയ, അതെ, മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ആക്ച്വലി നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം എക്സ്പ്ലെയിൻ വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ദാറ്റ്സ് എ പോയിന്റ്. എനിക്ക് സ്റ്റിൽ റിമെമ്പർ നമ്മള് ഇപ്പൊ ഒരു ലൈക്ക് ഒരു 50 കുട്ടികളും ഒരു 2 ടീച്ചറും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരിക്കലും ഐ അഗ്രി. സോ ഒരു വീക്കെൻഡ് വരികയാണെങ്കിൽ ആ വീക്കെൻഡിൽ ഒബ്വിയസ്ലി പാരന്റ്സ് ഫ്രീ ആണെങ്കിൽ കുട്ടികളെ കൊടുത്തിട്ട് സ്റ്റഡിങ് ഇൻ 5th, 6th, 4th ഒക്കെ ആണെങ്കിൽ കൊടുത്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവർക്ക് തന്നെ അറിയുന്ന ഭാഷയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കിഡ്സ് എപ്പോഴും പാരന്റ്സിലായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ, ടീച്ചേഴ്സിലല്ലാന്നല്ല. ബട്ട് ടീച്ചേഴ്സ് ആയിട്ട് വരുമ്പോൾ ആസ് ഹി ടോൾഡ് ബഞ്ച് ഓഫ് ആളുകൾ വരുമ്പോൾ എത്ര ആളുകൾക്കാണ് ഇത് കൊടുക്കുക, ലൈക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്. നമ്മളെ കിഡിനെ കൊണ്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ലൈൻ ഉണ്ട് ഗൈസ്. നമ്മള് 3D ഷോന് കയറാൻ പോവാണ്. അത് ഷോ ഗൈസ്, നമ്മള് 3D ഷോന്റെ സ്പെക്സ് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് 3D ഷോ കാണിക്കുന്ന സ്ക്രീൻ. ഇതിനുള്ള AC ഉണ്ട് ഗൈസ്. നല്ല ക്രൗഡാണ്. ആൻഡ് വാട്ട് ദേ ഡിഡ് ഇസ് ലൈക്ക്, ഈ കാണുന്ന മനുഷ്യനില്ലേ, ഈ വാച്ച്മാൻ, ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൂപ്പായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അല്ലാതെ നമ്മളെ പോലെ 2 ആള് 4 ആളൊക്കെ വന്ന ആളുകളുണ്ട്. വാട്ട് ഹി ഡിഡ് ഇസ് ലൈക്ക് ഗ്രൂപ്പിനെ മൊത്തം ഫസ്റ്റിലേക്ക് അങ്ങോട്ട് കയറ്റി. അപ്പൊ നമ്മള് ലൈക്ക് എന്താ പറയാ, ടീമായി വന്ന ചെറിയ ചെറിയ ടീമുള്ള ആളുകളോട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞ എക്സ്ട്രാ ടൈം അയാൾ നിപ്പിച്ചു. സോ ഈ മനുഷ്യനാണ് അത് ചെയ്ത ആള്. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ഓൾവേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റിയാക്ട് ഓൺ ഇറ്റ്. വാട്ട് എവർ യു ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് ലൈക്ക് നോട്ട് റൈറ്റ്. സോ ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ 3Dന്റെ ഇത് കണ്ടു. അടിപൊളി കേട്ടോ, നല്ലത്. ഞാൻ എൻജോയ് ചെയ്തു നല്ലോണം. അതേപോലെ ഇപ്പൊ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരും എൻജോയ് ചെയ്യും അല്ലെ. എന്താ പറയാനുള്ളത്, ഒരു ഡൈനോസറിന്റെ കഥയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ചിലവര് കൊതുക് വരുന്ന കണ്ടിട്ട് മേടിച്ചു, ഡൈനോസറിന്റെ വാല് പിടിക്കാൻ നോക്കി. എനിക്കത് ഡൈനോസറിനെ ഇഷ്ടപ്പെട്ടു, നല്ല രസം. 3D ഷോ വാസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്, നൈസ് ആയിരുന്നു ഗൈസ്. നമുക്ക് അടുത്ത ഗാലറിയിലേക്ക് പോകാം. ആസ്ട്രോണമി ട്രാവലിംഗ്, സോറി, അൺവെയിലിംഗ് ദ യൂണിവേഴ്സ്. സോ അതിലൊന്ന് കയറാം ഗൈസ്. The early Indian sundial. ഇതിന്റെ ഒരു വലിയ സ്ട്രക്ചർ ഇന്ത്യയിലുണ്ട്. So once you, yeah,
നമുക്ക് ഭാവിയിൽ നേരിട്ട് കാണാൻ പറ്റട്ടെ guys. പൊട്ടിക്കരുത് ഗ്ലാസ്. ഇല്ല. Oh my god, he is here. Search the man is here guys. Galileo. See the Galileo. Hi Galileo. How are you? Hope you are doing good. Nice to meet you by the way. ഇത് ഗലീലിയോന്റെ ഭാര്യയെന്ന് തോന്നുന്നു. മലയാളത്തിൽ അറിയില്ല ആരാണ്. Astronomical instruments. So much to say guys. So I got finally a seat to sit. So let's wash after sitting this guys. Possible. Swirling galaxies, exploding stars, the Oort Nebula, and other nebulous wonders. ഇതാണ് റേഡിയോ ടെലിസ്കോപ്പ്. പണ്ട് പഠിച്ച ടൈഡ്സ്, മോഷൻസ് ഓഫ് പ്ലാനറ്റ്സ് ഒക്കെ ഇതാ അടിപൊളിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ യു ക്യാൻ സീ ഹിയർ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ്. ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഐ സ്റ്റിൽ റിമെമ്പർ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ്. ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡിഫറൻഷിയേറ്റ് ലോ ടൈഡ് ഹൈ ടൈഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. So good. This was so good. Somebody is seriously curious about these things. നല്ല ഫ്രീഡം വെയിറ്റ്. Guys, this is another session. Guys, ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ മജൂസും പരിപ്പും തൈരും ഗൈസ്. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക് കടിക്കുന്നു ഭയങ്കരമായിട്ട്. ഇവിടെ ഔട്ട്സൈഡ് ഫുഡ് ആക്ച്വലി അലൗഡ് അല്ല, എന്നാൽ ഇവരുടെ ഉള്ളിൽ ഫുഡ് കൊടുക്കുന്നുമില്ല. ഒബ്വിയസ്ലി നമ്മൾ കൊണ്ടുവരണം. മഴ അല്ലെങ്കിൽ സെറ്റ് അത് ആക്ച്വലി ക്ലൈമറ്റ് അനുസരിച്ചു ഓർമ്മകളായി വറക്കാൻ വേണ്ടി ഭക്ഷണം പൊതിഞ്ഞ് തന്നതാണ്. ചെറുങ്ങനെ ചീറ്റിപ്പോയി. ഞാൻ ഓപ്പോസിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്നെ വല്ലാണ്ട് കൊതുക് കടിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ വേഗം ഗൈസ്, അടുത്ത നമ്മൾ പ്ലാനറ്റോറിയം കാണാൻ പോവാണ്. അതായത് പ്ലാനറ്റോറിയത്തിലെ മെയിൻ ഇവന്റ് ഈ മൂണും ലൈറ്റും സ്റ്റാറൊക്കെ ടോക്ക് ചെയ്യുന്ന സെഷൻ. 2 o'clock ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മള് അത് വേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതിപ്പോ ഓപ്പൺ ആവും. അറൌണ്ട് 5 to 10 minutes അത് ഓപ്പൺ ആവും ഗൈസ്. സോ അതിനുള്ളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയില്ല. ഇഫ് പോസിബിൾ ഓഫ് കോഴ്സ് വിൽ ക്യാപ്ചർ ദ വീഡിയോസ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതാണ് സംഭവം. സോ ഇറ്റ്സ് ലൈക്ക് ഇതിൽ സ്റ്റാർ മൂൺ എല്ലാം കാണിച്ചിരുന്നാണ് ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നത് ഗൈസ്. ലെറ്റ്സ് സീ ഗൈസ്. അപ്പൊ നമ്മള് ഷോ കണ്ടു, പ്ലാനറ്റോറിയം ഷോ കണ്ടു. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫുൾ ഇരുടാക്കിയിട്ട് സ്റ്റാർസും സണ്ണും, സ്റ്റാർസ് തന്നെ പല കാറ്റഗറൈസ് ചെയ്തിട്ട് ജൂപ്പിറ്റർ, മാസ് എല്ലാം നമുക്ക് കാണിച്ചു തന്നു. ഗാലറി നമുക്ക് കാണിച്ചു തന്നു. പക്ഷെങ്കില് എനിക്കൊരു സജഷൻ പോലെ തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൂടെ കയറിയ ആൾക്കാരിൽ ലൈക്ക് ഒരു ഗ്യാങ് ആയിട്ട് കുറച്ച് ആളുകളാണ് കയറുക. അപ്പം ലൈക്ക് അതില് ചെറിയ കൈക്കുഞ്ഞുകൾ ഉണ്ടാവുമല്ലോ, അവരുണ്ടായിരുന്നു. അപ്പൊ ഇവര് ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കിയപ്പോ ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ലൈറ്റ് അങ്ങോട്ട് ഓഫ് ആക്കിയപ്പോ മൊത്തത്തിൽ കരയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇവര് അനൗൺസ് ചെയ്യുന്നത് മീൻസ് ഇൻഫർമേഷൻസ് ഓഡിബിൾ ആയിരുന്നില്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് സ്റ്റിൽ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ലൈക്ക് അവർ ഇങ്ങനെ ഒരു റൂളല്ല, ലൈക്ക് എൻട്രി അണ്ടർ ഏജ് കാറ്റഗറൈസ് ചെയ്ത് പറയുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ, റൈറ്റ്?
അപ്പൊ അതെനിക്ക് സജഷൻ പോലെ തോന്നിയ കാര്യമാണ്. നെക്സ്റ്റ് ഗാലറിയിൽ നമ്മൾ വന്നു ഹാൾ ഓഫ് ഓഷ്യൻസ് ആണ് കാണാം. നെക്സ്റ്റ് ആണ് ഹാൾ ഓഫ് ഓഷ്യൻ. സോ ഇറ്റ്സ് ലൈക്ക് ഓഷ്യന്റെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഈസ് ഹിയർ. Earth core ഇതാ. ഗൈസ് ഇത് നമുക്ക് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരാറുണ്ട്. ലിത്തോസ്ഫിയർ ഓർ സബ്ഡിഷൻ സോൺ ഓർ ആസ്തനോസ്ഫിയർ. നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് മാർക്ക് ചെയ്യാൻ വരുന്ന സാധനമാണ് ഗൈസ് ഈ സാധനം. 3 ലെയർ ഒത്തിരി 5-7 മാർക്ക് അതിനുണ്ട് താനും. സോ ഇറ്റ്സ് ലൈക്ക് ഓർമ്മയില്ല. പക്ഷെങ്കിൽ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഒന്നുകൂടെ വന്ന് മനസ്സിലാക്കി വന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായേനെ. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പേരാണ് ഓഷ്യൻ ബെഡ്. ഓഷ്യൻ ബെഡ് ഇസ് റിയലി ഗുഡ്. സമുദ്രത്തിന്റെ അടിത്തട്ട്. The under of the ocean is here. Tsunami caused by an earthquake. ഒരു ഫോഴ്സ് വരുമ്പോഴാണ് അത് തിരമാലയായിട്ട് അടിച്ച് ഇതൊക്കെ നമുക്ക് വെർച്വലി നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയഗ്രാംസ് മേലെ കുറച്ച് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സീലുള്ള സോൾട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ഉപ്പുപാടം എന്ന് പറയും. ഉപ്പുപാടത്തില് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിങ്ങനെ എവാപറേറ്റ് ചെയ്യും. മറിച്ച് എവാപറേറ്റ് ചെയ്യിക്കാൻ ക്രിസ്റ്റൽസ് മാത്രമല്ല. അപ്പൊ അതിങ്ങനെ പായൽ കൂട്ടിയിട്ട് ഉപ്പാക്കിയിട്ട് പ്രോസസ് ചെയ്തിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അതെ, മനസ്സിലായി. ഫുഡ് ചെയിൻ ആണ് ഗൈസ്. എന്തെന്തിനെ ഭക്ഷിക്കുന്ന കാണാം. ഇത് നമ്മളെ കൊഞ്ചനൊന്നും കാണില്ലല്ലോ. പ്രൈമറി കൺസ്യൂമേഴ്സ് കൊഞ്ചനല്ലേ? ആ പായ്ക്കൂറ അല്ലേ? സെക്കൻഡറി അല്ലെങ്കിൽ കൂന്തളോ ഞണ്ടോ ഇതൊക്കെ പ്രൈമറി ആവില്ല. പ്രൈമറി ഞാൻ കഴിക്കുന്നുള്ളൂ അല്ലേ? എനിക്ക് ആവൂലെ കുറെ ഇഷ്ടമല്ലല്ലോ. സീ ലെവൽ അപ്പ് ആൻഡ് ഡൗൺ ആവും. ഇങ്ങനെയാണ് നമ്മളുടെ ബീച്ച് മൂണിന്റെ അട്രാക്ഷൻ. Got it? ബോട്ടിന്റെ പേര് കണ്ടാ കിട്ടി. മീനൊക്കെ ഇതാ കുഞ്ചിതാ. ചാകര, ഉപ്പിലിട്ടത്. mud bank. Mud bank is not exactly a shoal of fish. Has Read it out. കൊച്ചിയിലൊക്കെ അങ്ങനെ കാണാലോ, അങ്ങനെ താഴ്ത്തിയിട്ട് എന്തിനത് മീൻ പിടിക്കാൻ. ഇറ്റ്സ് എ ഫോം ഓഫ് ഫിഷിംഗ്. Okay. What is cycle? കണ്ടൻസേഷൻ. ഇത് നമുക്ക് ഫ്ലോ ചാർട്ട് പഠിക്കാണ്ടായിരുന്നു ഗൈസ്. ഹോപ്പ് യു റിമെമ്പർ ദിസ്. ഇതിവിടെ ഇങ്ങനെ കാണിച്ചു തരും. ഇതാ ഇങ്ങനെ എവാപറേറ്റ് ചെയ്യും. ഇത് ഒരു 5 മാർക്കോ 7 മാർക്ക് എന്തോ ഉണ്ടായിരുന്നു ഇതിനും ഈ ക്വസ്റ്റ്യൻ പണ്ട്. ആക്ച്വലി ഓടി പോകില്ലേ മറ്റേ ഫ്രൂട്ട് നിഞ്ച ഇല്ല കണ്ടോ? അപ്പം സമജ. Finally, every drop in the ocean counts. Treasure it. So guys, അപ്പൊ നമ്മള് 4ാമത്തെ ഗാലറിയും കണ്ടു. ഓഷ്യൻ ഗാലറി ആയിരുന്നു അത്. സോ അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആക്ച്വലി ബാക്കിൽ മറ്റേ ഷാർക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ആക്ച്വലി നമുക്ക് 1 day സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ശരിക്കും ഇത്. ലൈക്ക് മെയിൻ ആയിട്ട് നമ്മൾ കിഡ്സിനെയും കൊണ്ട് വരികയാണെങ്കിൽ പഠിക്കുന്ന കാലത്ത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മെമ്മറി ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും വന്നത്. പക്ഷെ എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് വയസ്സ് കൂടുന്നോറും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരൂല എന്നുള്ളതാണ് ഒരു സത്യം. അടുത്തത് നെക്സ്റ്റ് വൺ ഇസ് എക്വാ ലൈഫ് കോർണർ. നെക്സ്റ്റ് വൺ ഇസ് എക്വാ ലൈഫ് കോർണർ ആണ്. ഇനി ഇതാണോ? അല്ലല്ല. So nice. Bido tetra. No words.
ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഈ സാധനം നമ്മൾ ലക്ഷദ്വീപിന്റെ കടലിന്റെ അടിയിൽ പോയാൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല പറ്റിയ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട്. ഓ മൈ ഗോഡ്, ബ്ലാക്ക് ഷാർക്ക്. സീ, വൈറ്റ് ഷാർക്ക് ആണ്, പക്ഷെ അവർ എഴുതിയ ബോർഡില് ബ്ലാക്ക് ഷാർക്ക് ആണ് ആക്ച്വലി. അപ്പൊ ബ്ലാക്ക് ഷാർക്ക് എവിടെ? മേ ബി ഇറ്റ്സ് ഡെഡ്. വൈറ്റ് ആണ് ഇത് മൊത്തം, പക്ഷെ അവർ ബോർഡിൽ എഴുതിയുണ്ടോ ബ്ലാക്കാ. ബ്ലാക്ക് ഷാർക്ക് അവിടെ കിടക്കുന്നു. ആ, ഇവിടെ ഒളിച്ചെടുക്കുക. പിന്നെ എങ്ങനെ വരിക? ഉറങ്ങോ? സീബ്ര, തിലാപ്പിയ കൊള്ളാട്ടോ. ആക്ച്വലി എനിക്ക് ഫിഷുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തേക്ക് ഐ ഡോണ്ട് ലൈക്ക് കാറ്റ്സ്, ഡോഗ്സ്, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ മേല് തൊട്ട് കളിക്കുന്ന സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. രോമം ഐ ഡോണ്ട് ലൈക്ക്. നമുക്ക് കാണാം, ലൈക്ക് എനിക്ക് ഇഷ്ടമാണ് ഫിഷ് ആക്ച്വലി. You nutty boy? Oh my god, so cute. So cute. Love it. Guys, ഇവിടെ ഒരു കൂട്ടമാണ്. ഗൈസ്, അപ്പൊ ഫൈനലി നമ്മൾ കവർ ചെയ്തു. ഇക്വലൈഫ് കോർണറും കവർ ചെയ്തു. സോ ഈ 5 ഗാലറീസിൽ എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മീനൊക്കെ ഉള്ള ഈ എക്വലൈഫ് കോർണർ ഇഷ്ടമായി. പിന്നെ ഇഷ്ടമായത് നമ്മൾ തൊട്ട് മുന്നേ പോയ ലൈക്ക് ഓഷ്യൻ്റെ ഹാൾ ഓഫ് ഓഷ്യനും എനിക്കിഷ്ടമായി. അത് രണ്ടും എൻ്റെ ഫേവറേറ്റ്. മറ്റേത് മൂന്നും ഇറ്റ്സ് ഓക്കെ. കുറെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. മറ്റേ നമ്മൾ പണ്ട് പഠിച്ച തെർമൽ എനർജി, അത് ഇത് മിറേഴ്സിൻ്റെ ഇത് കുഴപ്പമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിരുന്നു? ഡു കമന്റ് ബിലോ. സോ ലെറ്റ് ആസ്ക് ഹിം വിച്ച് വൺ ഹി ലൈക്ക്. നിനക്ക് ഏത് ഇഷ്ടമായി? 5 ഏതാ ഇഷ്ടമായത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓഷ്യനും അതേപോലെ തന്നെ എക്വലൈഫ് കോർണറും. ആൻഡ് മിറർ ഓൾസോ വാസ് ഗുഡ്. വിച്ച് വൺ യു ലൈക്ക് ദ മോസ്റ്റ്? Astronomy is good. പിന്നെ ഫസ്റ്റിലത്തെ ഫൺ സയൻസ് പോലത്തെ. Yeah. Actually, I don't like science, so I didn't like that the first two. This two was I like some fishes and like stars in the അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ പ്ലാനറ്റോറിയം ഷോ എനിക്ക് ഇഷ്ടമായി. 3D വാസ് ഓൾസോ ഗുഡ്. മറ്റേ ഡൈനോസർ, അത് ആക്ച്വലി ലൈക്ക് രണ്ടും കാണിക്കാൻ പറ്റിയില്ല. ഡൈനോസറിന്റെ 3Dയും പ്ലാനറ്റോറിയം ഷോയും കാണിക്കാൻ പറ്റിയില്ല. കേട്ടോ, ചക്കക്കുരുവിന്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയതാ പോലെ. പിന്നെ പറയാൻ ലൈക്ക് അതന്നെ ഓരോ ആഗ്രഹങ്ങളായി. മനസ്സിലായി. ഒരു ബാലൻസ് ഇല്ലാണ്ടിരിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായടോ, ഒക്കെ മനസ്സിലായില്ലേ? പോലെ എണീറ്റോ, ചീത്ത അറിയോ എനിക്ക്? ഇപ്പൊ ഗൈസ്, ഞാൻ എന്തായിരുന്നു പറഞ്ഞ അതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പ്ലാനറ്റോറിയം ഷോ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 3D ഷോയും കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് രണ്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. കവർ ചെയ്യുന്ന സെൻസ് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറ്റിയില്ല. പക്ഷെ അത് രണ്ടും കൊള്ളാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഐ മെൻഷൻ നേരത്തെ പറഞ്ഞ 2 ഗാലറീസ് മൈ ഫേവറേറ്റ്. ഫൺ സയൻസും മറ്റേ ആസ്ട്രോളജിന്റെയും ഐ ഡിഡ്ന്റ് ലൈക്ക് മച്ച്, ബട്ട് അവനതാ ഇഷ്ടപ്പെട്ടത്. He liked that. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ആക്ച്വലി. കോഴിക്കോട് നിന്ന് വളരെ നിയർ ബൈ ആണ്. കുറ്റിച്ചിറ ബിരിയാണി സെന്ററിന്റെ കുറച്ച് മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്താം. ഗുഡ് ആണ് ഗൈസ്. By the way, it's good. Seems good. ഇതെന്താ? എന്താ ഗൈസ്, ഇവിടെ നല്ല അടിപൊളി പാർക്ക് ഉണ്ട്. ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. ലൈക്ക് കുറെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല പാർക്ക്. ബട്ട് സ്റ്റിൽ വൃത്തിന്റെ കാര്യത്തിൽ കുറച്ച് കുറവ് എനിക്ക് ഫീൽ ചെയ്തു എവിടേക്കോ. ഗൈസ്, ആദ്യം ഇതാ അക്കോർഡിംഗ് ടു സയൻസ് ഓൺലി കുരങ്ങൻ വലുതാവുന്നു, കുരങ്ങൻ പിന്നെയും വലുതാവുന്നു, ലാസ്റ്റ് ഷിജാസ് ആവുന്നു. മുഖത്തുള്ളത് കാറ് പൊക്കി. കയ്യൊടി ഞാൻ
ഒറ്റ കൈ കൊണ്ടൊക്കെ അതാ പൊക്കുന്നുണ്ട് കാറ്. പൊങ്ങുന്നു. തലയെ തട്ടേണ്ട ആ സാധനം. ഭാഗ്യം. പോരി പൊക്കിയില്ലേ? പൊക്കി കഴിഞ്ഞില്ലേ? പോരി. Actually, how was the day? One minute. Actually, ഇത് എന്റെ സജഷൻ ആയിരുന്നു ഈ സ്പോട്ട്. ലൈക്ക് ഞാൻ മുന്നേ വന്നോണ്ട് ഐ വാസ് ലൈക്ക് ഒന്നുകൂടെ വരാം, ഒന്നുകൂടെ മെമ്മറീസ് അയവിറക്കാൻ വിചാരിച്ചിട്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇറ്റ് സീൻസ് ലൈക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. അന്ന് 5th സ്റ്റാൻഡേർഡ് വന്നപ്പോഴാണ്, ലൈക്ക് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ വന്നത്. പക്ഷെ അപ്പൊ എനിക്ക് തന്നെ ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് ആയിരുന്നില്ല. സോ ഐ കുഡന്റ് ഏബിൾ ടു. ഇപ്പൊ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. സോ ലൈക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ എന്തായാലും നമുക്കൊരു 1 day ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഹൗ വാസ് മൈ സജഷൻ ടു ദി സ്പോട്ട്? Education Out of 10? 9, 8.5. Yeah, he rated, guys. So എനിക്ക് ഇറ്റ്സ് ലൈക്ക് ഫീൽസ് ഗുഡ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എന്താ പറയാ, പഠിക്കുന്ന കാലത്താണ് ആക്ച്വലി ഞാൻ മുന്നേ വന്നത്. അപ്പൊ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സ്കൂൾ ട്രിപ്പിൽ വന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കുറേ കുട്ടികളുണ്ടാവും, റഷായിരിക്കും. പിന്നെ ഒരാൾ നമുക്കിത് പറഞ്ഞു തരാനായിട്ട് നിൽക്കണം. ലൈക് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് എത്രത്തോളം അത് പറ്റിയെന്ന് വരില്ല, നമുക്ക് ഗ്രാബ് ചെയ്യാം. പക്ഷെ നമ്മൾ പാരന്റ്സിന്റെ കൂടെ കുട്ടികൾ വരുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. സോ ഇഫ് യു ആർ ഫ്രീ അറ്റ് യുവർ വീക്കെൻഡ്സ് ആൻഡ് യുവർ കിഡ്സ് ആർ in 5 to 10 classes or below that, I don't think it would be good. Do come and explore Planetarium Calicut. Boss, I'm ending the vlog. So that's it. Thank you. It's from Planetarium.